വേഗം കാൺമാൻ നൽ പ്രേമ കാന്തനെ കാണുവാൻ. കർത്താവിന്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ 83-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. 83-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, അതിൽ ഒരു വാക്യം എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കും. ലോകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം അവൻ ദൈവത്തിനുള്ളതാണോ എന്നുള്ളത് എങ്ങനെ അറിയും? നമ്മൾ പറയുന്നത് നാണിച്ച് നശിച്ചു പോകുന്നവർ ഒരു കൂട്ടർ, ലജ്ജിച്ച് നശിച്ചു പോകുന്നവർ ഒരു കൂട്ടർ. ലജ്ജിച്ച് നിന്നെ നിന്ദിക്കുന്ന എന്റെ മേൽ വീണു എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ ദൈവത്തിന്റെ ഭക്തൻ വന്നിരിക്കുന്ന നിന്ന ഏറ്റെടുത്തുകൊണ്ട് അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് മനുഷ്യരെ കാണാൻ കഴിയും. അതായത് തന്റെ ആയുഷ്കാലം മുഴുവനും നിന്നയിൽ കഴിച്ചുകൂട്ടി. യിരെമ്യാവ് പറയുന്നപ്പോഴാണ്, എന്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ ഈ നിന്നയിൽ കഴിച്ചുകൂട്ടി, എന്തിന് ജീവിക്കുന്നു? അതൊരു ഭക്തന്റെ വേദനയാണ്. ഭക്തന്റെ വേദനയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ താൻ തന്നെ കുനിച്ചു പോകും, താൻ ലജ്ജിച്ച് പോകത്താവുന്നു. അവനോടുള്ള ഈ പോരാട്ടം ബാക്കിയെല്ലാം സഹിക്കാം, ബാക്കിയെല്ലാം മുഖമുയർത്തുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ, നേരെ നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ ലജ്ജാപൂർണമായി പോകുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ വചനം പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ഒരു ഉത്തരം മുട്ടി കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ മുമ്പോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ സ്വയം മരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗം തന്നെ വിലയ്ക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. കുറച്ച് നാള് മുൻപ് ഒരു അബ്കാരി അദ്ദേഹത്തിനുള്ള സ്വത്തുക്കൾ എവിടേക്കാണെന്ന് അദ്ദേഹത്തെ അറിയാൻ. അദ്ദേഹത്തിന്റെ ഒരു 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 സ്ഥലത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനം നഷ്ടത്തിൽ, എല്ലാവരും പരിഹസിച്ച് പോകത്തക്ക വണ്ണം അതൊരു കഷ്ടത്തിൽ അവസാനിച്ചു. എല്ലാവരുടെ മുമ്പിൽ തലതാഴ്ത്താൻ കഴിയില്ല. അദ്ദേഹം തന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് തന്നെത്താൻ വെടിവെച്ചങ്ങ് മരിച്ചു. ആ മരണ ഭവനവും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു പാഠമാണ്. കാരണം എന്താവശ്യം? നൂറുകണക്കിന് കുടുംബങ്ങൾക്ക്, നൂറുകണക്കിന് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഇപ്പോഴും ഉണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അപമാനം ഇപ്പോൾ തൽക്കാലം സഹിക്കാൻ അദ്ദേഹം തയ്യാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം പറയുന്നത്, കർത്താവിന്റെ നാമത്തിൽ പ്രത്യാശയില്ലാത്തതുകൊണ്ട്. കർത്താവിന്റെ ജനത്തിന് ഉള്ള പ്രത്യേകത ഇതാണ്: കർത്താവിന്റെ നാമത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നവർക്കുള്ള ദൃഢധൈര്യമാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സകല നിന്ദയ്ക്കും, ഈ സകല അപമാനത്തിനും ഒരു പരിഹാര ദിവസമുണ്ട്. ഒരു പരിഹാര ദിവസം. ആ ദിവസം കർത്താവിന്റെ നാമത്തിൽ തന്നെ എനിക്ക് കർത്താവ് ഇതിൽ നിന്ന് വിടുതൽ തന്നു എന്നെ സമൂഹത്തിന്റെ മുമ്പിലും സഭയുടെ മുമ്പിലും പ്രകാശിപ്പാൻ കഴിവുള്ളവന്റെ നാമത്തിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. അത് മാറ്റം വരില്ല. എന്നാൽ ജാതികളോ, പ്രത്യാശയില്ലാത്തവരോ, ഒരല്പം ലജ്ജ വന്നു, അപമാനം വന്നു, ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, തീർന്നു പോയി, ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് പ്രത്യേകതയാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യാശ അതാണ്. ഇല്ല, ഞാൻ എവിടെ ആശ്രയിക്കുന്നു? അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല. ഈ നിന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവനത് അവന്റെ മേൽ വെച്ചിരിക്കാൻ അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അവന്റെ മുഖം തുപ്പലിന് മറയ്ക്കരുത്. കാരണം തന്നിരിക്കുന്നതാ. വേണ്ടുവോളം നിന്ന് അനുഭവിക്കട്ടെ, അവൻ എന്തുമാത്രം നിന്ന് അനുഭവിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്,
കർത്താവ് എന്നേക്കും തള്ളിക്കളയുന്നവനല്ല. കർത്താവ് എന്നേക്കും തള്ളിക്കളയുന്നവനല്ല. നിന്ദയും അപമാനവും അനുഭവിച്ച അനേകർ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് എത്രയോ നിന്ന, എത്രയോ അപമാനം, അതെത്രയോ വരട്ടെ, അവൻ ദുഃഖിപ്പിച്ച ദിവസങ്ങൾക്കൊത്തവണ്ണം അവൻ കരുണ തോന്നി തന്റെ ജനത്തെ ഉയർത്തുവാൻ അവൻ ശക്തനാണ്. അവർക്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോകും. ലജ്ജിച്ചു പോവില്ല. ലജ്ജ ഉണ്ട്, അപമാനമുണ്ട്, നിന്നയുണ്ട്, താൽക്കാലികമാണ്. കാരണം ഞാൻ അവന്റെ നാമത്തിൽ ആശ്രയിക്കും. ഞാൻ അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നു. ലോകത്തിലുള്ളത് മനുഷ്യൻ അങ്ങനെയല്ല. ലോകമനുഷ്യൻ അങ്ങനെയല്ല. പിന്നെയോ അപമാനത്തിങ്ങൾ, നിന്നയെങ്കിൽ ഉത്തരം മുട്ടുന്നു, അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു, ഇല്ലാതെ പോകുന്നു. തന്റെ ജനത്തിനോ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ജനത്തിനോ ഇല്ല. അവർ പ്രകാശിക്കുന്ന ഒരു ദിവസമുണ്ട്. അവരിൽ നിന്ന് ദൈവം നീക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനുമായി നമുക്ക് കാത്തിരിക്കാം. നമ്മെ ലജ്ജിപ്പാൻ കർത്താവ് സമ്മതിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കാര